ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ തലമുറ ജീവിതത്തിൽ ഏതൊരു കാര്യവും ആസ്വദിക്കുവാനും അടിച്ചുപൊളിക്കുവാനും ചെലവഴിക്കുകയാണ്. ഏതൊരവസരത്തെയും അവരങ്ങനെ അവരുടെ ജീവിതത്തിലെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, കുടുംബങ്ങളുടെ, ക്ലബ്ബുകളുടെ എന്തുമാകട്ടെ, അതിൻ്റെ ആഘോഷങ്ങളും ആചാരങ്ങളും യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വന്നു. പ്രവാചകന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്ത് അയക്കുകയും എന്തൊക്കെ ഒരു മനുഷ്യന് ഹലാലാണ് എന്നും ഹറാമാണ് എന്നും കൃത്യമായി അവരൊക്കെയും പഠിപ്പിച്ചു തന്നു. ഏതൊക്കെ ആഘോഷങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് ആഘോഷിക്കാം, ഏതൊക്കെ ആചാരങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്താം, ആരെയൊക്കെ അംഗീകരിക്കണം, ആരെയൊക്കെ നിരാകരിക്കണം എന്ന് തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സർവ്വമേഖലകളിലും എന്ത്, എങ്ങനെ, എപ്പോൾ വേണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പലപ്പോഴും ആഘോഷങ്ങൾക്കിടയിൽ, ആചാരങ്ങൾക്കിടയിൽ, വിശ്വാസത്തിനിടയിൽ, പ്രവാചകന്മാർക്കിടയിൽ പലപ്പോഴും വേർതിരിവ് കണ്ടെത്തുന്ന ഒരു പ്രവണതയും ഇന്നുണ്ട്. നമുക്കറിയാം, സെമിറ്റിക് മതങ്ങൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാമിന്റെ മകൻ, ആ മക്കള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറി പാർത്തു. അവരുടെ മക്കളിൽ നിന്ന് പല പ്രവാചകന്മാരുമുണ്ടായി. ആ പ്രവാചകന്മാരിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട മതങ്ങൾക്കാണ് സെമിറ്റിക് മതങ്ങൾ, അല്ല അദിയാനു സാമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മതങ്ങളിലൊക്കെയും എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ചില മതങ്ങൾ ചില പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൈസ്തവരും ജൂതന്മാരും അംഗീകരിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ സർവ്വ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ കോട്ടം തട്ടിയാൽ തീർച്ചയായും അവന്റെ ഇസ്ലാമിൽ പരിക്ക് പറ്റും. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ അല്ലാഹു തആല തെരഞ്ഞെടുത്തൊരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ പേരിൽ ഇന്ന് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണെങ്കിൽ പോലും ഒരു പ്രവാചകന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിന് ഇസ്ലാമിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ആഘോഷങ്ങൾക്ക് പോലും ഇസ്ലാം പ്രോത്സാഹനം നൽകാത്ത സ്ഥിതിക്ക് മറ്റു പ്രവാചകന്മാരുടെ പേരിലുള്ള ആഘോഷങ്ങൾക്ക് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ചിലതൊക്കെ വളരെ ഗുരുതരമായ പാപങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന, മനുഷ്യനെ നരകത്തിലേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന ആചാരങ്ങളാണ് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും അതിൽ പങ്കെടുക്കുന്നതുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റു പല പ്രവാചകന്മാർക്കും നൽകപ്പെടാത്ത പ്രത്യേകതകൾ അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. പ്രത്യേകമായും 4 പ്രത്യേകതകളാണ്. ഒന്ന്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനമാണ്. മറിയം ബീവി അവർ വിവാഹിതരെ ആവാത്ത സ്ഥിതിക്ക് പ്രസവിക്കാൻ പോകുന്നു എന്ന വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാം അവരെ അറിയിക്കുന്ന രംഗമുണ്ട്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. ഈ സമയത്ത് അവര് ആളുകളിൽ നിന്നൊരു മറ സ്വീകരിച്ചു.
ഫഅർസൽനാ ഇലൈഹാ റൂഹന, അങ്ങനെ നമ്മുടെ ആത്മാവിനെ, റൂഹിനെ അവരിലേക്ക് നാം അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, തികഞ്ഞ പാകമൊത്ത മനുഷ്യന്റെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരിലേക്ക് എത്തി. ഖാലത്ത്, ഈ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, നിങ്ങളിൽ നിന്ന് ഞാൻ എന്റെ റബ്ബിനോട് രക്ഷ ചോദിക്കുന്നുണ്ട്. ഇൻ കുൻത തഖിയ്യ, നിങ്ങൾ തഖ്വയുള്ളവനാണ് എങ്കിൽ. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ജിബ്രീൽ സന്തോഷ വാർത്ത അറിയിക്കുന്നു, ലി അഹബലക്കി ഉലാമൻ സക്കിയ്യ, സംശുദ്ധനായ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിനക്കറിയിക്കാനാണ് ഞാൻ വന്നത്, ഞാനല്ല. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്, തീർച്ചയായും ഞാൻ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ്. അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ അവരൊന്ന് ഞെട്ടിത്തരിക്കാണ്. കാരണം സബബുകൾക്ക് അതീതമായ ഒരു മുഅ്ജിസ സംഭവിക്കാൻ പോകുന്നു. അവര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? അന്നാ യകൂനു ലി ഗുലാം, എനിക്കൊരു കുഞ്ഞു പിറക്കുകയോ, വലം യംസസ്നി ബശർ, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ട് പോലില്ല, ഒരു ആണുമായിട്ടുള്ള സംസർഗം ഞാൻ പുലർത്തിയിട്ടില്ല, വലം അക്ബഅയ്യ, മോശമായ ഒരു പ്രവർത്തനത്തിലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു പെണ്ണുമല്ല ഞാൻ, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞു പിറക്കും? കദാലിക ഖാല റബ്ബുക്, അങ്ങനെയാണ് റബ്ബ് തീരുമാനിച്ചത്, അങ്ങനെയാണ് റബ്ബ് പറഞ്ഞത്. ഹുവ അലയ്യ ഹയ്യിൻ, റബ്ബ് പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിസാരമായ കാര്യമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, ആ കുഞ്ഞിനെ നാം ഈ ലോകത്തിന് ദൃഷ്ടാന്തമാക്കിയിട്ടുണ്ട്, അവനെ ഈ ലോകത്തിന് നാം കാരുണ്യമാക്കിയിട്ടുണ്ട്. വകാന അംറൻ മഖ്ദിയ, ഇതൊരു തീരുമാനിക്കപ്പെട്ട കാര്യമാണ്, അല്ലാഹു തആല തീരുമാനിച്ച് നടപ്പിൽ വരുത്തിയ കാര്യം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ആണില്ലാതെ, ഒരു പിതാവില്ലാതെ ജനിക്കപ്പെട്ട കുഞ്ഞാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതൊരു പ്രത്യേകതയാണ്. ഏത് വിഭാഗം ജനങ്ങളും അത് നിഷേധിച്ച് തള്ളിയാൽ പോലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കുന്നതോടുകൂടി അവൻ ഇസ്ലാം എന്ന് പുറത്താകും. കാരണം അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചൊരു നെസ് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അത് വിശ്വസിക്കണം. നമ്മുടെ പ്രവാചകനല്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കൂടി പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ തന്നെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത 5 പ്രവാചകന്മാരുണ്ട്, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ. ഈ 5 പ്രവാചകന്മാരിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ആരാണ് ഈ 5 പ്രവാചകന്മാർ? ലോകത്ത് പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടയാതനകൾ അനുഭവിച്ച പ്രവാചകന്മാരാണ് ഈ 5 പ്രവാചകന്മാർ. അല്ലാഹു തആല ദഅവത്ത് എന്ന ദൗത്യമേൽപ്പിക്കപ്പെട്ട 5 പ്രവാചകന്മാർ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, പ്രവാചകന്മാരിൽ നിന്ന് കരാറ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വമിൻക, പ്രവാചകരെ മുഹമ്മദ് നബിയെ താങ്കളിൽ നിന്നും ഞാൻ കരാറ് വാങ്ങിയിട്ടുണ്ട്. എന്താ? വമിൻ നൂഹിൻ, നൂഹ് നബിയിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. വ ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. വ മൂസ വ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയിൽ നിന്നും മൂസയിൽ നിന്നും നാം കരാറ് വാങ്ങിയിട്ടുണ്ട്. 5 പ്രവാചകന്മാരെ എണ്ണി പറഞ്ഞു. എന്നിട്ട് വീണ്ടും അല്ലാഹ് പറയാ, വ അഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ, അവരിൽ നിന്നൊക്കെ ഞാൻ ശക്തമായ കരാറ് വാങ്ങിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അങ്ങനെ 5 പ്രവാചകന്മാരിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും പ്രത്യേകതയും മഹത്തരവും ശ്രേഷ്ഠതയും കൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. ഇദ് ഖാലത്തിൽ മലായിക, മലക്കുകൾ പറയാണ്, യാ മറിയം, മറിയമേ, ഇന്നല്ലാഹ യുബശ്ശിറുകി ബി കലിമത്തിൻ മിൻ, അല്ലാഹു തആല അവന്റെ വചനം കൊണ്ട് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാണ്. അള്ളാഹുവിന്റെ കലിമ എന്ന പദം കൊണ്ട് അറിയപ്പെട്ട ഒരേ ഒരു പ്രവാചകൻ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇസ്മുഹു അൽ മസീഹ് ഈസ ഇബ്നു മറിയം, അവന്റെ പേര് മസീഹ് എന്നാണ്, മറിയമിന്റെ പുത്രൻ ഈസ എന്നാണ്. വജീഹ, അവന് മഹത്വമുണ്ട്, ആ പ്രവാചകന് ശ്രേഷ്ഠതയുണ്ട്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും മഹത്വമുള്ള പ്രവാചകനാണ്. വമിനൽ മുഖറബീൻ, അല്ലാഹുവുമായിട്ട് ഏറ്റവും സാമീപ്യമുള്ള സമീപസ്ഥനായിട്ടുള്ള പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രത്യേകതകൾ ചാർത്തി കൊടുത്തു. വ്യത്യസ്ത പേരുകൾ കൊണ്ട്
ഇസ്ലാം വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ മസീഹെന്നും അതുപോലെ കലിമത്തുള്ള എന്നും റൂഹുള്ള എന്നും വ്യത്യസ്ത തലങ്ങളിൽ അല്ലാഹു തആല പേര് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി സഹോദരന്മാരെ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കാൻ പാടില്ലാത്തത് ഒരു തരി പോലും നമ്മുടെ മനസ്സിന്റെ കോണിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ആ പ്രവാചകൻ ലോകത്തേക്ക് കടന്നു വന്നത് തൗഹീദ് പഠിപ്പിക്കാനാണ്, ഇസ്ലാമിലെ ഏകത്വം പഠിപ്പിക്കാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും വന്നത് അത് തന്നെയാണ്. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദഗ്രന്ഥം കിട്ടിയ സമൂഹമേ, ലാ തഅലു ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടിച്ചമക്കരുത്. കാരണം ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, തീർച്ചയായും ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, അവന്റെ കലിമ, അവന്റെ വചനം മറിയമിലേക്ക് ഇട്ടുകൊടുത്തതാണ്. വറൂഹും മിൻഹുൻ, അല്ലാഹുവിന്റെ റൂഹാണ്, അല്ലാഹുവിന്റെ ആത്മാവാണ്. ഫആമിനു ബില്ലാഹി വറസൂലിഹി, അതിനാൽ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, സർവ്വ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വാക്കുണ്ട് സഹോദരന്മാർ. എന്താ? ആ പ്രവാചകൻ മൂന്നാണ് എന്ന് നിങ്ങൾ പറയരുത്. ആ പ്രവാചകനിൽ നിങ്ങൾ ത്രിയേകത്വ സങ്കല്പം ആരോപിക്കരുത്. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വ്യത്യസ്ത തലത്തിൽ 1+1+1=1 എന്ന സിദ്ധാന്തം ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ ആരോപിക്കരുത്. കാരണം അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. ഇൻതഹു, ആ ആരോപണം നിങ്ങൾ നിർത്തണം. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും അല്ലാഹു ഏകനായ ആരാധ്യനാണ്. അള്ളാഹുവിന് തുല്യമായി യാതൊന്നും തന്നെയില്ല. ഈ ഒരു സിദ്ധാന്തത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള സർവ്വ പ്രവാചകന്മാരും സർവ്വ മനുഷ്യർക്കും പഠിപ്പിച്ച മഹനീയമായ സന്ദേശം എന്താ സഹോദരന്മാരെ? ഇലാഹും വാഹിദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് സംശയം ചോദിക്കപ്പെട്ടു, ആരാണ് പ്രവാചകരെ, ആരാണ് മുഹമ്മദ്, നീ പഠിപ്പിക്കുന്ന അല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? ഖുൽ, പ്രവാചകരെ താങ്കൾ പഠിപ്പിക്കുക, ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അവനൊരാളുടെയും സഹായം ആവശ്യമില്ല, അവൻ നിരാശ്രയനാണ്. എന്നാൽ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കും ലോകത്തുള്ള കോടാനുകോടി ജീവജലങ്ങൾക്കും അജീവ വസ്തുക്കൾക്കും എല്ലാം അതിന്റെ ആവാസ വ്യവസ്ഥ സംവിധാനിക്കുന്ന എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ള സർവരക്ഷിതാവായ അല്ലാഹു, അവൻ അല്ലാഹു സമദാണ്. ലം യലിദ് വലം യൂലദ്, അവനൊന്നിനും ഒരു സന്താനത്തിനും ജന്മം നൽകിയിട്ടില്ല. അവനാകട്ടെ ഏതെങ്കിലും ഒരു മാതാപിതാവിന്റെ മകനായിക്കൊണ്ട് ജനിച്ചവനുമല്ല എന്ന ഇസ്ലാമിന്റെ മഹത്തരമായ സന്ദേശം. അവൻ ജനിച്ചവനല്ല, അവൻ ജനിച്ചവനല്ല, അല്ലാഹു തആല ജനിച്ചവനല്ല. അല്ലാഹു തആലക്ക് മക്കളുമില്ല, അല്ലാഹുവിന് മകനില്ല എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല. പ്രവാചകന്മാര് പോലും അല്ലാഹുക്ക് തുല്യമല്ല. ഈ സന്ദേശം പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കൾ പോലും ഇതല്ലാത്ത ആഘോഷം കൊണ്ടാടുമ്പോൾ അതിന്റെ കൂടെ ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, പിന്നെന്തിന് നാം മുസ്ലിമായി ജീവിക്കണം? കാരണം ഇസ്ലാമിന്റെ അടിത്തറന്നെ അല്ലാഹു ഏകനാണ്. എങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹുവിന്റെ മകനായി ജനിച്ചു എന്ന് പറയുന്ന, ജനിച്ചു എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടാടുമ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? ഒരു മുസ്ലിമിന് എങ്ങനെ അതിന് ഭാഗവാക്കാൻ കഴിയും? ഒരു മുസ്ലിമിന് എങ്ങനെ അതിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയും? ഒരു മുസ്ലിമിന്റെ മനസ്സിന്റെ കോണിൽ പോലും അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. കാരണം സൂറത്തുൽ ഇഖ്ലാസ് പഠിപ്പിക്കുന്നത് അതാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനല്ലാതെ അവന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല എന്ന സത്യം. ഇതേ കാര്യം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട്. മുസദ്ദിഖൽ ലിമാ ബൈന യദയ്യ, ഞാൻ
നിങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. മിനത്ത് തൗറാത്ത്, തൗറാത്തിൽ ഇറക്കപ്പെട്ട വചനങ്ങളെ സത്യപ്പെടുത്താൻ വന്നതാണ്. വലിഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങൾ ഹറാമാക്കിയ ചില കാര്യങ്ങളുണ്ട്, ആ ഹറാമുകളെ ഹലാലാക്കാൻ വന്ന പ്രവാചകനാണ് ഞാൻ. വജിഅതുകും ബിആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ചില ആയത്തുകളുമായി, ചില ദൃഷ്ടാന്തങ്ങളുമായി, ചില മുഅ്ജിസത്തുമായി കടന്നു വന്ന പ്രവാചകനാണ് ഞാൻ. അതിനാൽ ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കരുതേ. വഅതിഊൻ, നിങ്ങൾ എന്നെ അനുസരിക്കണേ. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും റബ്ബ് എന്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്. അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും രക്ഷിതാണ്. അതിനാൽ ഫഅബ്ദൂ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും സർവ്വ ആരാധനയുടെ പരിധിയിൽ വരുന്ന സർവ്വ ഇബാദത്തുകളും അർപ്പിക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അതേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ സ്ഥാനം നൽകി അലങ്കരിച്ച് ആഘോഷിക്കാണ്. അതേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കാണ്. അതേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തിന്റെ പുത്രനായി ആരോപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമേ, നമുക്ക് കഴിയുമോ ആ ആഘോഷങ്ങളുടെ കൂടെ കൂടാൻ? മറ്റു മതങ്ങളെ നമ്മൾ ആദരിക്കണം, മറ്റു വിശ്വാസങ്ങളെ നമ്മൾ ആദരിക്കണം. അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. യുദ്ധങ്ങളിൽ പോലും മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ തകർക്കരുതേ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മരണത്തിന്റെ കിടക്കയിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ട് പടച്ചട്ട ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നുവെങ്കിൽ അത്രത്തോളം അമുസ്ലിം സഹോദരങ്ങളെ സ്നേഹിച്ച പ്രവാചകൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റു മതസ്ഥർ, മറ്റു സഹോദരങ്ങൾ, അന്യമതസ്ഥർ അവരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി കാണണമെന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചില സൂക്ഷ്മത നിർബന്ധമാണ്. അവന് ചില സൂക്ഷ്മതയും ചില അഭിമാനവും ആ കാര്യത്തിലുണ്ട്. അള്ളാഹുവിന് അർപ്പിക്കേണ്ടത് മറ്റാർക്കും അർപ്പിക്കാൻ പാടില്ല. അതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതകൾ, ഈ ഇബാദത്ത്, ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എതിർപ്പുണ്ടാകും. ആളുകൾക്ക് വിശ്വാസയോഗ്യമാകണമെങ്കിൽ ചില മുഅ്ജിസത്ത് കാണിക്കണം. ലോകത്ത് മറ്റ് പ്രവാചകന്മാർക്കൊന്നും അള്ളാഹ് നൽകാത്ത മുഅ്ജിസത്തുകൾ കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, കളിമൺ പക്ഷികൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്, വെള്ളപ്പാണ്ടുള്ള ആളുകളെ ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണമാണ് വീട്ടിലുള്ളത് എന്ന് പോലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. സഹോദരങ്ങൾ, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകതയാണത്. പക്ഷേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇല്ലാത്ത ചില കാര്യങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അതിന്ന് ആരോപിക്കുകയും അതിന്റെ പേരിൽ ആഘോഷങ്ങളും ആചാരങ്ങളും നടത്താണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നുകളഞ്ഞ് കുരിശിലേറ്റി എന്ന വിശ്വാസം ഇന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? വഖൗലിഹിം, അവരുടെ വാക്ക് ഗൗരവമാണ്, അവരുടെ വാക്കുകൾ ഗുരുതരമാണ്. ഇന്നാ ഖതൽനൽ മസീഹ് ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം എന്ന പ്രവാചകനെ, റസൂലല്ലാഹ്, ആ പ്രവാചകനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അല്ലാഹ് തിരുത്തി പറയാണ്, വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിട്ടില്ല. വമാ സ്വലബൂഹു, അവർക്ക് അദ്ദേഹത്തെ കുരിശിലേറ്റാനും സാധിച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, പക്ഷേ അവർക്ക് ആളുമാറിപ്പോയി. അതുപോലെയുള്ള മറ്റൊരാളെ അവർ കൊന്നുകളഞ്ഞ് കുരിശിലേറ്റുകയാണ് ചെയ്തത്. മറിച്ച് വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹും, അവർ ഏതൊരു കാര്യത്തിലാണോ വിശ്വസിക്കുന്നത് ആ കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൽ ളന്ന്, ആരൊക്കെയോ പണ്ട് പറഞ്ഞു പഠിപ്പിച്ചത് പിന്തുടരുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് തന്നെ അവർ പറയുന്നതിൽ വിശ്വാസമില്ല. വമാ ഖതലൂഹു യഖീന, അവരൊരിക്കലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നിട്ടില്ല.
യഖീന. വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ച് പറയാണ്, യഖീനായി പറയാണ്, കൊന്നിട്ടേയില്ല. എങ്കിൽ സഹോദരങ്ങളെ, ആ കൊന്ന ചിത്രങ്ങൾ പേരി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലെ ചിത്രങ്ങൾ പേരി അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നമുക്ക് പാടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരു കാര്യം എതിര് പഠിപ്പിക്കുക, അതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ വിശ്വാസമായി കാണാനും ആചരിക്കേണ്ടത് ആചരിക്കാനും ആചരിക്കാൻ പാടില്ലാത്തത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഇബാദത്തിന്റെ ഉടമകളായി നമ്മൾ ജീവിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു തആല അനുസരിച്ചുകൊണ്ട് മുത്തഖിയായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു കാര്യം, അന്ത്യനാളിന്റെ തൊട്ടു മുമ്പായി അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെടുമെന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ, തീർച്ചയായും അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പുണ്ട്. ഫലാ തംതുറുന്ന ബിഹാ, നിങ്ങൾ ആ വിഷയത്തിൽ സംശയിക്കരുത്. വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അന്ത്യനാളിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു അറിവ് നിങ്ങൾക്കുണ്ട്. ഈ ആയത്തിനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഇന്നഹു ലഇൽമുൻ ലിസാഅ, തീർച്ചയായും അത് അന്ത്യനാളിനെ പറ്റിയുള്ള അറിവാണ്. ഖാല ഖുറൂജു ഈസാ ഇബ്നു മറിയം, ഇമാം തബ്രി റഹ്മത്തുള്ളാഹി പറയാണ്, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുറപ്പാടാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് ഇറങ്ങി വരുമെന്ന് ഒരുപാട് ഹദീസുകളിലും ഈ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അന്ത്യനാളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്ത് ഇറങ്ങി വരും. അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത. മറ്റൊരു പ്രവാചകന്മാർക്കും അല്ലാഹു തആല ആ ഒരു പ്രത്യേകത നൽകിയിട്ടില്ല. അതുപോലെ കുരിശ് തകർക്കുമെന്നും നികുതി സമ്പ്രദായം അവസാനിപ്പിക്കുമെന്നും നമ്മുടെ നാട്ടിൽ നീതി പുലർത്തിക്കൊണ്ടുവരും എന്നൊക്കെ പല ഹദീസുകൾ ഈ വിഷയം പഠിപ്പിച്ചു. എത്രത്തോളം എന്നാൽ അത് എവിടെ ഇറങ്ങും എന്ന് വരെ പഠിപ്പിച്ചു. ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയം ഫയൻസിലു ഇൻദൽ മനാറ അൽ ബൈദാ ശർഖി ദമസ്കസ്, ദമസ്കസിലെ ഒരു വെള്ള മിനാരത്തിന്റെ സമീപത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എപ്പോ ഇറങ്ങുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിന്റെ സമയത്ത് ഇറങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യനാളിന്റെ അടയാളമായി കടന്നു വരുന്ന ദജ്ജാലിനെ വധിക്കും, അതിനുവേണ്ടി നിയോഗിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഒന്നുകൂടി വരുമെന്നും പഠിപ്പിച്ചു. ഇതൊക്കെ അല്ലാഹു തആല പഠിപ്പിക്കണം എന്തെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ദൗത്യവും അതാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെ നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് വഹീ നൽകപ്പെടാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം വിളിച്ച് ആരാധിക്കണം എന്ന് പഠിപ്പിക്കാത്ത ഒരു പ്രവാചകനെയും നാം നിനക്ക് മുമ്പ് അയച്ചിട്ടില്ല. എല്ലാ പ്രവാചകന്മാരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകന്മാർ സമൂഹത്തിന് പ്രബോധനം ചെയ്തു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല. പക്ഷേ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന നിലക്ക് ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നാമത്തെ ഷഹാദത്ത്. അത് മനസ്സുകൊണ്ട് വിശ്വസിക്കൽ മാത്രമല്ല, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കേൽപ്പിച്ച പ്രവാചകന്റെ അനന്തര സ്വത്താണ് ഈ ഇൽമു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മുടെ നാട്ടിലുള്ള സമൂഹത്തിന് മുഴുവൻ നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകന്മാർ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച നമ്മുടെ നാട്ടിലും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം നടക്കുകയാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാട്ടിൽ അറിയാതെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉപഗുണമല്ലാത്ത പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ശിർക്കിലും ഖുറാഫാത്തിലും മന്ത്രവാദത്തിലും ഉറുക്കിലും ഏലസിലും മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന മുസ്ലിം സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ നന്മയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വ സഹോദരന്മാർ നമുക്കുണ്ട്. ഈ ഒരു അവസരം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച അസർ മുതൽ നമ്മുടെ എസ് ബി നഗർ നടക്കുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ ബാധ്യതയായി കണ്ടുകൊണ്ട്. അതോ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള സഹായം മറ്റ് എന്തൊക്കെ രൂപത്തിൽ, സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ, നമ്മുടെ സമയം കൊണ്ടാണെങ്കിൽ അങ്ങനെ, മൊബൈൽ ഫോൺ കൊണ്ടാണെങ്കിൽ അങ്ങനെ, അതിന് പ്രചരണം നൽകാനും അതിന് വേണ്ടി ചെലവഴിക്കാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ ഇഷ്ടമല്ലാത്ത, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്ന, അല്ലാഹു തആല ജനിച്ചവനാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, മറ്റുള്ളവരെ നാം സ്നേഹിക്കണം. പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നാം ആഘോഷിക്കേണ്ടതില്ല, ആചരിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ ആഘോഷമുണ്ട്, അവർക്ക് അവരുടെ ആഘോഷമുണ്ട്. അതിനൊക്കെ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട് നാം നമ്മുടെ പരലോകം അത് സുരക്ഷിതമാക്കണം, നമ്മുടെ ഖബർ ജീവിതം നാം സുരക്ഷിതമാക്കണം, നമ്മുടെ സ്വർഗീയ ജീവിതം നാം ഉറപ്പിക്കേണ്ടതുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സിദ്ദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സത്യസന്ധരുടെ കൂടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.